ഫോട്ടോസ് നമുക്ക് പാർക്കണി എടുത്തു തരാം, പക്ഷെ നമുക്കത് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നത് ഇതുപോലെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നതുകൊണ്ടും അതുപോലെ ഫ്രെയിംസ് കിട്ടുന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അത് അത്രയും സൂപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും നന്നായിരിക്കണം, അത്രയും വണ്ടർഫുൾ ആയിരിക്കണം. അത് നമ്മുടെ മൊമെന്റ്സ് ആണത്. സോ അത് തന്നെയാണ് റീസൺ. കാരണം പിന്നെ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് താലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറയുന്നത് രണ്ടാൾക്കും? സോ ടു ബി ഫ്രാങ്ക്, നമുക്ക് എല്ലാവിധ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതൊരു ബിഗ് ഡേ ആണ് നമ്മുടെ. അപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു നല്ല സ്റ്റാർട്ട് ആവട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് ഒരാൾ കണ്ണൂരും ഒരാൾ പാലക്കാടുമാണ്. ഞാൻ സേവ് ദ ഡേറ്റ് എടുത്ത സമയത്ത് ഞാൻ ആദ്യം എത്തിയപ്പോൾ ഇത്രയും ലോങ് എന്നാകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണല്ലോ, ഒരു ലവ് മാരേജ് എന്നുള്ളതിലേക്ക് പോയി. അപ്പം ഞാൻ ആളോട് ചോദിച്ചു എത്ര വർഷത്തെ ലവ് മാരേജ് ആണ് ചോദിച്ചു. കാരണം എനിക്ക് നിങ്ങൾ ആ ഒരു കെമിസ്ട്രി സമയത്ത് അങ്ങനെയാണ് വർക്കൗട്ട് ആയത്. അപ്പം എന്നോട് എല്ലാം പക്ക അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കണ്ണൂരും പാലക്കാടും തമ്മിൽ എത്തിപ്പെട്ടത്? എങ്ങനെ? സോ ബേസിക്കലി ത്രൂ മാട്രിമോണി തന്നെയാണ്. സോ ഇനീഷ്യലി നമ്മുടെ പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളൊരിക്കലും ഇനീഷ്യലി ഞങ്ങൾ കണ്ട് ഒന്ന് സെറ്റായി. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ട് സംസാരിച്ചു, നമ്മുടെ വൈബ് സെറ്റായിട്ടാണ് നമ്മൾ വീണ്ടും ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലാതെ ഫാമിലി അല്ല ആദ്യം പിക്ചറിൽ വന്നത്. ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. ലൈക്ക് ഒരു മീറ്റിങ്ങിലും നമുക്ക് ഒരാളെയും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. വീണ്ടും കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ മീറ്റിംഗ്സ് നമ്മൾ നടത്തി. നമുക്ക് മനസ്സിലായി ചെയ്യാം ഫുള്ളായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ വൈബ് സെറ്റാണെന്ന് മനസ്സിലായി. സോ അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സോ ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞത് തന്നെയാണ്, അവള് പിന്നെ മാട്രിമോണിയിൽ കണ്ടു, അവര് തമ്മിൽ വൈബ് ആൾറെഡി സെറ്റായി. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് സ്വാഭാവികം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിലടക്കം, നിങ്ങൾ കണ്ണൂർ അടക്കം, നിങ്ങൾ പാലക്കാട് അടക്കം, അപ്പൊ എങ്ങനെയാണ് പെരിന്തൽമണ്ണയിലുള്ള ക്യാപിറ്റൽ തിയേറ്റർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്? അതിന്റെ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ്ലി മേഘ ആൻഡ്രിയക്കാണ്. സോ അത് അവർ പറയും. ഞങ്ങൾ കുറെ ഫോട്ടോഗ്രാഫേഴ്സിന് തപ്പിയായിരുന്നു. നല്ല ഫോട്ടോസ് വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ചേച്ചിന്റെ ഫ്രണ്ട് വഴി സഫാൻ വഴി ക്യാപിറ്റലിനെ പറ്റി അറിയുന്നത്. പിന്നെ ക്യാപിറ്റൽ തന്നെ, അതായത് ഇപ്പൊ അങ്ങനെ അറിഞ്ഞാലും ഒരു വർക്ക് ഏൽപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ വർക്ക്സ് ഒക്കെ കണ്ടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും പിന്നെ നമ്മള് സേവ് ദ ഡേറ്റ് എടുത്തു കോഴിക്കോട് വെച്ചിട്ട്. എന്താണ് സേവ് ദ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള അടിപൊളി ഫോട്ടോസ്, എല്ലാവർക്കും പോസിറ്റീവ്. ഈവൻ ആൾ ടൈപ്പ് ഓഫ് ക്രൗഡ്സ്. ഈവൻ നമ്മുടെ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഇപ്പോ അടുത്ത ഞങ്ങളുടെ മുമ്പിലെ ജനറേഷൻ, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ ജനറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മുത്തശ്ശിയുടെ ജനറേഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ആ ഫോട്ടോ ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. ഞാനത് പറയുകയും ചെയ്തു. ഈവൻ ആ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു റിയോട് ഇത് കലക്കും. കാരണം ആ ഫോട്ടോസ് കാണിച്ചു തന്നായിരുന്നു അന്ന് വന്ന ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലൈക്ക് ഇത് എന്തായാലും കാരണം ഇത് ഭയങ്കര ട്രെൻഡാകും. കാരണം ആ ലൈറ്റിലൊരു വാം സെറ്റപ്പിൽ എല്ലാ ജനറേഷനും കണ്ടാല് മോശമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മോശമില്ലാന്നല്ല, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതെ. താങ്ക് യു. പിന്നെ അത് സേവ് ദ ഡേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു ചെറിയൊരു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ അതേമാതിരി പുടവ കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. ഇന്നിപ്പോൾ താലികെട്ടും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ക്യാപിറ്റൽ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്താ? അല്ലെങ്കിൽ ഞങ്ങളെ ക്യാപ്ചറിൽ നിങ്ങൾ എന്താണ് പ്രത്യേകതയായിട്ട് എന്തെങ്കിലും കണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് എല്ലാ ഒരു ഇതിനെ കുറിച്ച്? നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും കംഫർട്ടായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന് കോപ്പറേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പ്ലസ് നിങ്ങൾക്കൊരു കറക്റ്റ് ഐഡിയ ഉണ്ട്, ഫ്രെയിം എവിടെ വെക്കണം, ഏത് ഫ്രെയിമിലാണ് നമ്മൾ നിർത്തേണ്ടതെന്നുള്ള കറക്റ്റ് ഐഡിയ ഉണ്ട്. ചുമ്മാ കുറേ ഫോട്ടോസ് എടുത്ത് എത്തിയല്ലാതെ നിങ്ങൾ കറക്റ്റ് ഫ്രെയിം ബൈ ഫ്രെയിം നിങ്ങൾ നോക്കിയിട്ടാണ് എല്ലാ ലൈക്ക് നമ്മളെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ നിൽക്കാൻ പറയുന്ന സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ ഉണ്ട് വിച്ച് ഫ്രെയിം എന്ന്. സോ ദാറ്റ് ഈസ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, 28 ഇയർ എക്സ്പീരിയൻസ് ആണ്. അതൊരു മെയിൻ ആയിട്ടാണ്. പിന്നെ ഈ കല്യാണത്തിൽ ശരിക്കും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ നമ്മൾ കുറേ പൈസ സ്റ്റേജിന് ചിലവാക്കി, മേക്ക് ഓവറിന് ചിലവാക്കി, അല്ലെങ്കിൽ ഡ്രസ്സിന് ചിലവാക്കി. പക്ഷെ ഇതിൻ്റെ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് ബ്രൈഡ് ആൻഡ് ഗ്രൂം അല്ലെങ്കിൽ ഫാമിലി ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ആയിട്ടുള്ള ആളുകളെയാണ് കൂടുതലായിട്ട് നോക്കുക വർക്ക് ഏൽപ്പിക്കാൻ. പക്ഷെ ലോ ആയിട്ടുള്ള ടീമിന് വേണം, ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ നമ്മളെ ഒരു ദിവസത്തെ മെമ്മറീസ് നമുക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി. അപ്പൊ അത്യാവശ്യം നല്ല ഒരു ടീമിനെ തന്നെ അത് ഏൽപ്പിച്ചാലുള്ള നല്ലൊരു ഔട്ട്പുട്ടും കിട്ടും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? വെരി മച്ച്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ്. കാരണം എന്താ വെച്ചാൽ ഫോട്ടോസ് നമുക്ക് പാർക്കണി എടുത്തു തരാം, പക്ഷെ നമുക്കത് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നത് ഇതുപോലെ നല്ല
ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നതുകൊണ്ടും അതുപോലുള്ള ഫ്രെയിംസ് കിട്ടുന്നതുകൊണ്ടാണ്. അതെ. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അത് അത്രയും സൂപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും നന്നായിരിക്കും, അത്രയും വണ്ടർഫുൾ ആയിരിക്കണം. അത് നമ്മുടെ മൊമെന്റ്സ് ആണത്. സോ അത് തന്നെയാണ് റീസൺ. കാരണം ഇപ്പൊ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഈവൻ അറിയ പറഞ്ഞ പോലെ ഇനീഷ്യലി അറിയ പേജ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഈവൻ ഡിസ്കഷൻസ് എല്ലാം ക്ലിയർ ആയിരുന്നു, ഏത് ഘട്ടത്തിൽ എന്ത് വേണമെന്നുള്ളത്. സോ അതിലെല്ലാം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്നലെ കിട്ടിയ ഫോട്ടോസ് അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2 ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് പാലക്കാട് ഒരു റിസപ്ഷൻ ഉണ്ട്, പിന്നെ നാളെ നമുക്ക് കണ്ണൂർ തലശ്ശേരിയിൽ ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു വർക്ക് നന്നാവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് ഒരു വർക്ക്. തീർച്ചയായും. അപ്പോൾ നിങ്ങളും അതെ അച്ഛനും അമ്മയും അവിടുത്തെ ആണെങ്കിലും 2 ഫാമിലി ആണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരും നമ്മളോട് നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്കും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഞങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുമ്പോഴാണ് പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കൂടുതൽ വർക്ക് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുണ്ട്, കാരണം വൈകിട്ടും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പക്ക റിസൾട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, അപ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.